ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തിൻ്റെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്ന് ഞാൻ സാധാരണ കാണിക്കുന്ന പോലെ ഒരു വ്ളോഗല്ല, രാവിലെ തുടങ്ങി രാത്രി വരെയുള്ള ഓരോ സംഭവങ്ങളും അങ്ങനെ കാണിച്ചു പോകുന്നതല്ല. പക്ഷെ ഒരു ഡെയിലി വ്ളോഗാണ്. ഇതിൽ കുറച്ച് റാൻഡം കാര്യങ്ങളാണ് ഒരു ദിവസത്തെ. പിന്നെ കുറേ ദിവസം മുന്നേ ഉമ്മയുള്ള സമയത്തുള്ള ഒരു ദിവസത്തെ വിശേഷങ്ങളും എനിക്ക് ഷെയർ ആക്കാനുണ്ട്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പ്ലാനും ഇല്ലേനു വ്ളോഗ് ഷൂട്ട് ചെയ്യണമെന്നുള്ള. സാധാരണ ഞാൻ തലേ ദിവസം എല്ലാം പ്ലാനെല്ലാം ചെയ്യുന്ന ആളെ ഷൂട്ട് ചെയ്യണം അങ്ങനെ ഇങ്ങനെയെല്ലാം. പക്ഷെങ്കിൽ ഇന്ന് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ രാവിലെ ചായ ഉണ്ടാക്കുന്നതോ അതൊന്നും ഞാൻ ഷൂട്ടാക്കിയിട്ടില്ല. പക്ഷേ റാൻഡം കുറച്ച് സംഭവങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്തിന്. ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യാമെന്ന്. ഇത് എനിക്കൊരു കൊറിയർ വന്നേനെ കുട്ടിക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തെല്ലാം കറക്റ്റ് ഓർമ്മയില്ല. ഇത് നമ്മളിവിടെ യുദ്ധമെല്ലാം ആയതുകൊണ്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഡെലിവറി വരാൻ ലേറ്റായി. ശരിക്കും പറഞ്ഞാൽ ഇത് പെരുന്നാളിൻ്റെ എല്ലാം മുന്നേ വരേണ്ടിയിരുന്നു. പക്ഷേങ്കിൽ വന്നത് ഇപ്പാണ്. അങ്ങനെ അത് തുറന്നിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നോക്കുമ്പോൾ ഇന്നും മാലും ഇല്ലേ ഇപ്പം ബാൽക്കണിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. രണ്ടാളും തക്കാളി ബത്തക്ക അതെല്ലാം നട്ട് വെച്ചിനെ. ഞാനിവരോട് പറഞ്ഞിനെ ഇത് കുറച്ച് വലുതാകുമ്പോൾ തന്നെ നമ്മൾ നാട്ടിലേക്ക് പോകുന്നു. പക്ഷെങ്കിൽ ഇവരെ വിചാരം വേഗം ഉണ്ടാവുന്ന, ആലൂൻ്റെ എല്ലാം വിചാരം നാളെ തന്നെ ഇവ തക്കാളി ഉണ്ടാവുന്ന. പക്ഷെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു കൊടുത്തന്നെ ഇത് കുറച്ച് വലുതാകുമ്പോൾ തന്നെ നമ്മൾ പോകും, വെറുതെ എന്തിനാ ആക്കുന്നത്. പക്ഷെങ്കിൽ വെക്കേഷനല്ലേ, അവർക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അവരിങ്ങനെ ഓരോന്ന് സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. ഡെയിലി വെള്ളമെല്ലാം ഒഴിക്കും, 4 നേരം വെള്ളം ഒഴിക്കും. ഞാൻ പറയും ആ ചെടി മുങ്ങി ചത്തു പോകുന്നു, എപ്പോഴും വെള്ളം ഒഴിക്കില്ല. പിന്നെ നോക്കുമ്പോൾ അതെനിക്ക് അൺബോക്സ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല. ഞാൻ ജിമ്മിലേക്ക് പോകാൻ പോകുന്നതാണ്. ഇന്ന് കറക്റ്റ് ടൈം തന്നെ പോകണമെന്ന് വിചാരിച്ചിട്ട്. കാരണം ഇന്ന് സ്വിമ്മിങ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇക്കാൻ്റെ ഡ്രസ്സാണ് ഞാൻ കൂടുതൽ എടുക്കൽ. ഇത് ഇക്കാൻ്റെ ഡ്രസ്സാണ്, ഈ ട്രൗസറും ടീഷർട്ടും. പിന്നെ അതിന് ഞാൻ പാൻറ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ആക്കും. പിന്നെ മറ്റേത് പൂളിലേക്ക് ഇറങ്ങുമ്പോഴുള്ള ഡ്രസ്സാണ്, അതെൻ്റെ തന്നെയാണ്. അങ്ങനെ ഇന്നൊരു ഡ്രസ്സ് എക്സ്ട്രാ എല്ലാം പാക്ക് ചെയ്ത് പോകേണ്ട ദിവസമാണ്. പിന്നെ ഞാൻ കൂടുതൽ ജിം ഡ്രസ്സ് ബാഗ് അത് ഇതൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. ജിമ്മിലേക്ക് പോകുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആലൂൻ്റെ വാട്ടർ ബോട്ടിൽ എടുത്തിട്ടാണ് പോകൽ. ഇക്കാൻ്റെ ഡ്രസ്സാണ് കൂടുതലിടൽ. പിന്നെ ഞാൻ 1-2 ഡ്രസ്സെല്ലാം വാങ്ങിന് കേട്ടോ. പിന്നെ നമ്മൾ ഈ ബയോട്ടിൻ ലഡുവും കഴിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഈ ബയോട്ടിൻ ലഡു ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് മുടി ഹെയർ ഫോളില്ലേ നല്ല മാറ്റമുണ്ട് കേട്ടോ. അത് ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് നോക്കുമ്പം അങ്ങനെ ഞാൻ വേഗം ഇറങ്ങി. ഇപ്പം ഞാൻ കറക്റ്റ് ടൈം പോവും. പിന്നെ എന്താ പറയുക, എനിക്ക് അമ്മായില്ലേ എൻ്റെ നേരെ ബ്രദറിൻ്റെ വൈഫും കൂടി എൻ്റെ കൂടെ ജിമ്മിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് നമ്മളിങ്ങനെ മെസ്സേജെല്ലാം അയച്ച് നമുക്ക് ഒരു ടൈമുണ്ട്. കാരണം അമ്മായിക്ക് 3 മക്കളുണ്ട്, എനിക്ക് 2 കുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും കറക്റ്റ് ടൈം തന്നെ പോകാൻ പറ്റണമെന്നില്ല. എന്നാലും നമ്മൾ മാക്സിമം സെയിം ടൈം തന്നെ പോകാൻ നോക്കലുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ നമ്മൾ ലീവാക്കലൊന്നുമില്ല, നമ്മൾ കറക്റ്റ് പോവും. കൺസിസ്റ്റൻസി ഉണ്ട്. പിന്നെ ഇല്ലേ എനിക്ക് കുറേ മാറ്റങ്ങൾ വന്ന് ഞാൻ ജിമ്മിലേക്ക് പോകാൻ തുടങ്ങിയരാ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലേനും കാര്യമായിട്ട്. പക്ഷേങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുമ്പം എന്തെങ്കിലും ഫുഡൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല. അങ്ങനെ ഞാൻ വണ്ടിയിലേക്ക് മിക്കവാറും ഫ്രൂട്ട്സാണ് ഞാൻ കഴിക്കൽ കേട്ടോ. അങ്ങനെ ഫ്രൂട്ട്സ് കുറച്ച് എടുത്തതേനു അമ്മായിനെ പിക്ക് ചെയ്യാൻ പോകുന്ന ആ ഒരു ടൈമിൽ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇല്ലേ നിങ്ങൾ ജിമ്മിലോട്ടെല്ലാം പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ ലേറ്റ് ആക്കാണ്ട് ജോയിൻ ചെയ്തോ. പിന്നെ പക്ക ട്രെയിൻ ചെയ്തിട്ട് ട്രെയിനർ ഉണ്ടെങ്കിലാണ് ഏറ്റവും ബെസ്റ്റ്. ട്രെയിനർ ഇല്ലാണ്ടൊന്നും പോയിട്ട് ഇഞ്ചുറി ചെയ്യുന്ന അവർ ഇങ്ങനെ മോട്ടിവേഷൻ തന്നെന്ന് വിചാരിച്ചിട്ട്. പക്ഷെങ്കിൽ ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് ഭയങ്കര മാറ്റം ഉണ്ടാവും. പ്രത്യേകിച്ച് ഹൗസ് വൈഫ് എല്ലാം ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാണ്ടിരിക്കുക, എന്താ പറയുക, ഒന്നും ആക്റ്റീവ് അല്ലാണ്ടിരിക്കുക. അതിനേക്കാളെല്ലാം നല്ലൊരു 1 മണിക്കൂർ നിങ്ങളടുത്ത് ലേഡീസ് ജിമ്മെല്ലാം ഉണ്ടെങ്കിൽ പോയിട്ട് ജോയിൻ ചെയ്തോ. ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാവട്ടെ നിങ്ങളുടെ ലൈഫിൽ. ഭയങ്കര കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ട്, എന്താ പറയുക, ഹെൽത്തി ആയിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങും. ഹെൽത്തി റുട്ടീൻ ഉണ്ടാവും. എന്താ പറയുക, വിചാരിക്കാത്ത മാറ്റങ്ങളായിരിക്കും. ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ജിമ്മിൽ ജോയിൻ ചെയ്യുന്നൊന്നും. പക്ഷേ ഞങ്ങൾക്ക് ഇവിടുന്ന് ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ലേഡീസ് ജിമ്മും മെന്നും വേറെ വേറെയാണ്. കൂടുതൽ സ്ഥലത്തും ലേഡീസും മെന്നും വേറെ വേറെ ഉണ്ടാവും. പക്ഷേ അത് ടൈം ഷിഫ്റ്റ് ആയിരിക്കുമല്ലേ. ഇപ്പോൾ കുറച്ച് സമയം ലേഡീസിന്, ഇത്ര സമയം മെന്നിന്, അങ്ങനെ. പക്ഷേ ഇവിടെ രണ്ടും സെപ്പറേറ്റാണ്. നമുക്ക് തമ്മിലൊരു കണക്ഷനും ഇല്ല. പിന്നെ ഇതാണ്, ഈ അമ്മായിയാണ് എൻ്റെ കൂടെ വരുന്നത് കേട്ടോ, നേരെ ബ്രദറിൻ്റെ വൈഫ്. അമ്മായിയും കൂടി ഉണ്ടാകുമ്പോൾ നമുക്കൊരു പാർട്ട്ണർ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ. അങ്ങനെയുണ്ട്. കാര്യം ഇക്ക എൻ്റെ കൂടെ വരുമെങ്കിലും നേരെ അപ്പുറത്തല്ലേ. ഇതിപ്പോൾ ഒരുമിച്ചുള്ളതുകൊണ്ട് നല്ല രസമാണ്. അങ്ങനെ ഇന്ന് പൂൾ ഡേ ആയതുകൊണ്ട്
പൂളിലാണ് വർക്കൗട്ടെല്ലാം. നമുക്ക് ട്രെയിനറുണ്ട്. അങ്ങനെ 1 മണിക്കൂർ ഉണ്ടാവും ട്ടോ. എല്ലാ ദിവസവും ഓരോ ടൈപ്പ് സെഷനുണ്ട്. ഇപ്പോൾ സുംബ പോലെ, പിന്നെ എറോബിക്, സ്പിന്നിങ് അങ്ങനെ പറഞ്ഞിട്ട്. പിന്നെ ചില ദിവസം നമ്മൾ ക്ലാസ്സിൽ കയറാണ്ട് സ്ട്രെങ്തനിങ്ങും പിന്നെ കാർഡിയോ അങ്ങനെ അങ്ങനെ മാത്രം ചെയ്യും. പിന്നെ ലെഗ് ആണെങ്കിൽ അങ്ങനെ ചെയ്യും. പിന്നെ ഫുൾ ബോഡി, അപ്പർ ബോഡി, ലോവർ ബോഡി അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചിട്ടാ. കാര്യം ഞങ്ങൾക്ക് ആദ്യം ഒരു ഐഡിയ ഇല്ലേനു. പിന്നെ ഇപ്പോൾ ട്രെഡ്മില്ലാണെങ്കിൽ ഇപ്പോൾ ഇൻക്ലൈനിലാണ് ചെയ്യൽ, അല്ലെങ്കിൽ നോർമൽ നടക്കലേനു. ഇപ്പോൾ ഇൻക്ലൈനിലിട്ട് ചെയ്യാനെല്ലാം തുടങ്ങി, കുറച്ചും കൂടി അഡ്വാൻസ് ആയി കുറച്ച്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാണ്ട് പോയതാണ് ഞാൻ ജിമ്മിലേക്ക്. പക്ഷേ ഇവിടെ 3 ട്രെയിനേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ പേഴ്സണൽ ട്രെയിനിങ് എടുത്തിട്ടില്ല, പക്ഷേ നമുക്ക് എല്ലാ കാര്യങ്ങളും ഗൈഡെല്ലാം ചെയ്തു തരും കേട്ടോ. പിന്നെ പിന്നെന്താ ഓരോ ബോഡി പാർട്ടിന് വേണ്ടുന്ന വർക്കൗട്ട് അതെല്ലാം എനിക്ക് ഐഡിയ കിട്ടിത്തുടങ്ങിയ ഞാൻ പോയി ഇങ്ങനെ കൺസ്റ്റൻ്റായിട്ട് പോകാൻ തുടങ്ങിയത്. ഞാനിപ്പോൾ 3ാമത്തെ മാസമാണ് ഞാൻ പോകുന്നത്. എനിക്ക് ഫസ്റ്റ് മന്തൊന്നും വലിയ ഐഡിയ ഇല്ലേനു. അന്നേരം ഞാൻ ആ സമയത്ത് കാർഡിയോ എല്ലാം മാത്രമേ കൂടുതൽ ചെയ്യൽ, ഈ സ്ട്രെങ്തനിങ് ഒന്നും ചെയ്യലില്ലേനു. പക്ഷേങ്കിൽ ലേഡീസാണ് കുറച്ചും കൂടി വെയിറ്റ് എടുക്കണ്ടേ, എന്താ പറയുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എനിക്കത് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞാലൊന്നും തീരൂല. പക്ഷേങ്കിൽ നിങ്ങൾ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യാൻ നോക്ക്, അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് തന്നെ ഭയങ്കര നിങ്ങളെ ബോഡിയിലും മൈൻഡിലും മാറ്റങ്ങൾ കാണാൻ തുടങ്ങും കേട്ടോ. പിന്നെ വേറെന്താ, ഈ ഒരു ടൈമിലെല്ലാം കുറേ ആളുണ്ടാവും. ചില ടൈമിൽ കുറച്ച് ആളായിരിക്കും ഉണ്ടാവുക. എന്നാലും ഒരു മെഷീൻസിനും ഇവിടെ റഷ് ഒന്നും വരലില്ല കേട്ടോ. കാരണം കുറേ മെഷീൻസ് എല്ലാം ഉണ്ട്. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ആദ്യമായിട്ടാണ് ഞാൻ പൂളിലെല്ലാം വർക്കൗട്ട് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ നല്ല രസേനു. കുറേ ലേഡീസ് ഉണ്ടാവും. നല്ല നല്ല രസേനു. പക്ഷേങ്കിൽ ഈ ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടയും ആ ഒരു പണിയുണ്ട്. എന്നാലും കുഴപ്പമില്ലേനെ. പക്ഷെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പൂളിലെങ്ങനെയാണ് വർക്കൗട്ട് ഉണ്ടാവുകയെന്ന്. നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അതറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഈ ഒരു 1.5 മണിക്കൂറില്ലേ, മാക്സിമം ഒരു 1.5 മണിക്കൂർ, മാക്സിമം 2 മണിക്കൂർ തിരിച്ച് പോകാനും തിരിച്ച് വരാനും ഉള്ള ടൈം. പക്ഷേങ്കിൽ ഈ ഒരു ടൈം ഡെയിലി നമ്മൾ പോയി വരുമ്പോൾ ഇല്ലേ ഭയങ്കര റിഫ്രഷ് ആവൂട്ടാ. പിന്നെ ഇതാ ഈ കാണുന്ന വൈറ്റ് ആൻഡ് ബ്ലൂ ആണ് നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്. അങ്ങനെ ഇവിടെ എത്തി. പിന്നെ ഇല്ലേ ഒരു ദിവസം ഞാൻ ജിമ്മിൽ പോയിട്ട് വരുന്ന സമയത്ത് അതിൻ്റെ മുറ്റത്തുനിന്നില്ലേ ഒരു കുഞ്ഞ് ബേർഡിനെ കിട്ടിയിട്ടുണ്ടേനെ. എനിക്ക് ഇതിനെ കണ്ടറിയില്ലേ. അപ്പോഴും ഞാൻ ഗെയിമിലെടുത്ത്. കാരണം എന്താ പറയുക, ഭയങ്കര കുഞ്ഞ്, നമ്മൾക്കൊന്നും കാണാൻ പോലും പറ്റാണ്ട് സ്പീഡിൽ പറക്കുന്ന ഒരു ടൈപ്പ് ബേർഡാണ് ഇത്. പിന്നെ ഇതിൻ്റെ അടുത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടിയാണ്, ഇനി പറക്കാനറിയില്ല. ഇതിൻ്റെ അടുത്ത് പൂച്ച ഉണ്ടേനു. പിന്നെ എന്തായാലും ഞാൻ എടുത്തിട്ടില്ല, ഇതിനെ പൂച്ച എന്തായാലും തിന്നും. അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തതാണ്. താഴെ പറക്കാണ്ട് അങ്ങനെ നിന്നിട്ട് കണ്ടതാ. അങ്ങോട്ടങ്ങോട്ട് ലിവിങ് റൂമിൽ എങ്ങനെയുണ്ട്? ഞാൻ കണ്ട വട എടുത്ത് ഒന്നും ചിന്തിക്കാണ്ട് വണ്ടിയിൽ വെച്ച് ഇങ്ങനെ കൊണ്ടുവന്ന്. ഇവിടെ കൊണ്ടുവന്നേരം ഞാൻ ചിന്തിക്കുന്നത് ഇത് പെട്ടെന്ന് പറന്ന് പോയിട്ടില്ലെങ്കിൽ പിന്നെ ഇത് ഇവിടെ തന്നെ ആയിപ്പോവും. പണ്ട് നമുക്കൊരു കീക്കിയും സോയും ഇല്ലേനാ. ഇവർ പ്ലാന് പിന്നെ ഇത് പറന്നാലും ഇതിനെ വിടണ്ട, ഇതിനെ കൂട്ടിലിടാന്നെല്ലായി. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞ് അത് എപ്പോൾ പറന്നു പോന്നോ അന്നേരം അത് പറന്നു പോയിക്കോട്ടെ. ഇപ്പോൾ കുട്ടിയായതുകൊണ്ട് അതിന് ചിറക് വിരിച്ച് പറക്കാൻ അറിയില്ല. എനിക്ക് തോന്നി ഇത് കൂട്ടുന്നെങ്ങാനും വീണ് പോയതാ, അങ്ങനെ എന്തോ ആണ്. ഞാൻ പറഞ്ഞ് 2-3 ദിവസം കൊണ്ട് അത് പറന്നു പോവും. ഇതിനെ പറന്ന് പോകാൻ വിട്ടിട്ടില്ലെങ്കിൽ ഞാൻ എടുത്ത സ്ഥലത്ത് കൊണ്ടുവയ്ക്കും എന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അല്ലെങ്കിൽ ഇതിന് ഇവർ കൂടെല്ലാം വാങ്ങാൻ പ്ലാൻ ചെയ്ത്. പിന്നെ ഫുഡ് ഇനി എന്നാ ഫുഡ് കൊടുക്കണ്ടേന്ന് തന്നെ എനിക്കറിയില്ല. ഞാൻ എൻ്റെ എന്തോ ഒരു ഓർമ്മയിൽ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന്. എന്നിട്ട് നമ്മൾ പഴമെല്ലാം കൊടുത്തിട്ടാ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് പറക്കാൻ പഠിക്കുന്ന സമയത്ത് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ്. ഇക്കാക്കും പ്ലാൻ ഉണ്ടായിരുന്നു കൂടെല്ലാം വാങ്ങാൻ. നമ്മൾ പണ്ടത്തെ ബേർഡ്സിൻ്റെ കൂടെല്ലാം നമ്മൾ കൊടുത്തിനേനു. ഇനി ഒരിക്കലും ബേർഡിനെ വാങ്ങണ്ട, പെറ്റിനെ വേണ്ട, പക്ഷികൾ പറക്കട്ടെ എന്നെല്ലാം പറഞ്ഞിട്ട് ഞാനെല്ലാം ഒഴിവാക്കിയതേനു. പിന്നെ അതേപോലെ തന്നെ വേറൊരു ഹാപ്പി ന്യൂസ് എന്താന്ന് പറഞ്ഞാലില്ലേ, നമ്മളെ പൂച്ചയില്ലേ, പൂച്ചക്കുട്ടീനെല്ലാം ഞാൻ കാണിച്ചിട്ടില്ലേനാ, ആ കുട്ടിൻ്റെ അമ്മ പിന്നെയും പ്രഗ്നൻ്റാന്ന്. ഇതിപ്പം എങ്ങാനാ പ്രസവിച്ചിന്. ഇവരാണെങ്കിൽ ഇതിനെ ഉള്ളിൽ കയറ്റി ഫുഡെല്ലാം കൊടുക്കും കേട്ടോ. പ്രഗ്നൻ്റ് അല്ലേ, പാവല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് ഞാനെടുത്ത് പുറത്താക്കിയതാണ് ഇന്ന്. കാരണം ഇല്ലേ ആ ബേർഡിനെ മറ്റേ പൂച്ച തിന്നിട്ടില്ലെങ്കിൽ നമ്മളെ വീട്ടിലെ സ്വന്തം പൂച്ച തന്നെ തിന്നൂലേ. അങ്ങനെ ഇവർ ക്യാറ്റ് ഫുഡെല്ലാം വാങ്ങാൻ തുടങ്ങി. ഇപ്പോൾ പുറത്ത് പോയാൽ
എന്തായാലും ഒരു ക്യാറ്റ് ഫുഡ് വാങ്ങിയിട്ടേ ഇവർ വരൂ. കാരണം ഇതിന് കൊടുക്കുക. ഭയങ്കര സിമ്പതിയായി ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട്. കാര്യം ഇതിന് സ്പീഡിൽ നടക്കാൻ വരെ പറ്റുന്നില്ല. ഇനി മിക്കവാറും പിന്നെയും പ്രസവിക്കും. ആ മുന്നേ പ്രസവിച്ച കുട്ടികൾ കുറച്ചേ വലുതായിട്ടുള്ളൂ. അതിന് മുന്നേ അടുത്തതും ഇപ്പം അടുത്തതും പ്രഗ്നൻ്റായി. ഇനി പഠിച്ചവനക്കറിയാം ഇതെവിടെയാണ് പ്രസവിക്കാമെന്ന്. പിന്നെ ഞാൻ പ്രസവിക്കാനായതുകൊണ്ട് കൂടുതൽ ഉള്ളിൽ കയറ്റാൻ വിടലില്ല. കാരണം ഉള്ളിലെങ്ങാനും പ്രസവിച്ചു പോയാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയല്ലാന്ന് സംഭവങ്ങൾ. ഇവരെ ഈ പെറ്റിൻ്റെ ഒന്നും ഭ്രാന്ത് എപ്പോൾ പോവാന്ന് എനിക്കറിയില്ല. പിന്നെ ഞാനൊന്ന് ഫ്രഷായി ഉച്ചക്കേക്കുള്ള ഫുഡ് ഉണ്ടാക്കി. പിന്നെ ഞാനിന്ന് കബ്സയാണ് ഉണ്ടാക്കിന്. അങ്ങനത്തെ എന്തെങ്കിലും റൈസ് ആകുമ്പോൾ വേഗം ആവുമല്ലോ. പിന്നെ രാത്രിക്കേക്കുള്ള ഫുഡും അങ്ങനെ തന്നെ, പിന്നെ ആക്കേണ്ട ആവശ്യമില്ല. കബ്സൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിന്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ ആയി കബ്സ ഉണ്ടാക്കിയിട്ട്. അൺബോക്സിങ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട്, നിങ്ങൾ വീട്ടിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാണ്ട് എന്തായാലും മൊത്തത്തിൽ കാണാം. നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആവും കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷനാണ്. കുട്ടികൾ 24 മണിക്കൂറും നല്ല കളിയായിരിക്കും. അവർ കളിക്കണം. വെക്കേഷൻ പിന്നെ അതിന് വേണ്ടി തന്നെയല്ലേ. പക്ഷെങ്കിലേ 1 മണിക്കൂർ ഈ ഒരു വെക്കേഷൻ ടൈമിൽ മാറ്റി വെക്കാനുണ്ടെങ്കിൽ അത് അവരെ ലൈഫിൽ തന്നെ ഭയങ്കര ചേഞ്ച് ആയിരിക്കും കേട്ടോ. കാരണം അവർക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല. ബാക്കി എല്ലാ സമയവും അവർ ഭയങ്കര ഫ്രീ ആയിട്ട്, സ്കൂളിലെ ഹോംവർക്ക് ഇല്ല, അല്ലെങ്കിൽ പഠിക്കാനുള്ള വേറെ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ടൈമാണ് അവർക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളല്ലാതെ അവർക്ക് എന്തെങ്കിലും വീക്ക് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ഈ ഒരു കാലത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് അറിയാമെന്നുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ നിങ്ങളെ കുട്ടികൾ ബാക്കിലാണെങ്കിൽ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന ആൽബിഡോ ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ആൽബിഡോ സജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തെങ്കിലും മോശമോ, അല്ലെങ്കിൽ എൻ്റെ ഒരുപാട് ഫോളോവേഴ്സ് ആൽബിഡോയിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട് കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ എന്തെങ്കിലും അവർക്ക് മോശങ്ങളുണ്ടെങ്കിൽ ഞാൻ പിന്നെയും ആൽബിഡോ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരൂല. സോ അത്രയും അടിപൊളി ആയതുകൊണ്ടാണ്. അവരെ ക്ലാസ്സസ് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും, ക്വാളിറ്റി ഉള്ള ടീച്ചേഴ്സാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ ആൽബിഡോൻ്റെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ കോഴ്സ് ഉണ്ട്. അതിൽ നിങ്ങളെ കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിച്ചു കൊടുത്താൽ വിത്തിൻ ഡേയ്സ് കൊണ്ട് തന്നെ, കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ കുട്ടികൾക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. പിന്നെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് മീൻസ് നിങ്ങൾക്ക് മനസ്സിലാവും അവരെ ക്ലാസ് എങ്ങനെയാണ് എന്നുള്ളത്. അത് അറ്റൻഡ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങളെ കുട്ടികൾ ഇംഗ്ലീഷിൽ ബാക്കോട്ടാണ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ ബാക്കോട്ടാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിച്ചോ. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ, അത് അങ്ങനെയല്ല പറയേണ്ടത്, YT001 എന്ന് പറഞ്ഞൊരു കോഡ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും കോഴ്സിൻ്റെ ഫീല്. പിന്നെ വേറൊരു കാര്യം, ഈ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ കുറച്ച് കുട്ടികളെ ഇരുത്തിയിട്ടുള്ള ബാച്ച് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കിൻഡർ ഗാർഡൻ, ഇപ്പോൾ KGയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സ് ഉണ്ട്. ഇപ്പോൾ KG എന്നെല്ലാം പറയുമ്പം അവർ ഓൺലൈൻ സെറ്റ് ആവുമോ എന്നെല്ലാം ആലോചിക്കുന്നവരുണ്ടാവും. പക്ഷെ ഒരുപാട് പേരുണ്ട് ഇതേപോലെ ജോയിൻ ചെയ്തിട്ട് നല്ല സക്സസ്ഫുള്ളി പഠിച്ചു പോകുന്ന, ജസ്റ്റ് ഒരു കാർട്ടൂൺ കാണുന്ന ആ ഒരു ഫീലിൽ തന്നെ അവർ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് പോകും. അവരെ ലേണിങ്ങും നടക്കും കേട്ടോ. പിന്നെ അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ കൂപ്പൺ കോഡ് പറയാൻ മറക്കണ്ട. പിന്നെ അതുപോലെ തന്നെ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ എല്ലാ ടൈപ്പ് കോഴ്സസും ഉണ്ട്, ലാംഗ്വേജ് ആയാലും സബ്ജക്റ്റ് ആയാലും എന്തായാലും ഉണ്ട്. അപ്പോൾ നിങ്ങളെ കുട്ടികൾക്ക് വേണ്ടുന്നത് ഏതാണോ അതിൽ ജോയിൻ ചെയ്യിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽസ് അറിയണമെങ്കിലും എനിക്ക് ഫീൽ ഫ്രീ ടു കണക്ട് ദം. അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. ഞാൻ ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ആൽബിഡോൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെക്കേഷൻ ഭയങ്കര എഫക്റ്റീവായിട്ട് നിങ്ങളെ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു 2 മാസം നിങ്ങളങ്ങനെ വെറുതെ കുട്ടികൾ കളിക്കണം ശരി തന്നെ, പക്ഷെങ്കിൽ അത് മാത്രമല്ല അതിൻ്റെ ഒക്കെ ലേണിങ്ങും കൂടി കൊണ്ടുപോകാൻ പറ്റും. ഞാൻ സ്ഥലം മാറിയിരുന്ന് ആടെ സ്ക്രീനിൽ കൊള്ളുന്നില്ല, ഭയങ്കര അടുത്തായ പോലെ. പിന്നെ ഇല്ലേ, ഇത് ഞാൻ പെരുന്നാളിന് മുന്നേ ഓർഡർ ആക്കിയതാണ്. അതുകൊണ്ട് അങ്ങനെ എന്നാ ഉള്ളതെന്ന് ഓർമ്മയില്ല. പക്ഷെ ഒരു സാധനം ഓർമ്മയുണ്ട്. ഞാനൊരു ഗ്ലാസ്സില്ലേ, നമ്മൾ ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സില്ലേ, അത് ഗ്ലാസും ഇടയ്ക്ക് മാറിപ്പോവും. വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സില്ലേ, അത് ഓർഡർ ആക്കിയിട്ടുണ്ടേനേ. അത് ഞാൻ ഒരു ഗ്ലാസിൻ്റെ മേലെ നമുക്ക് അങ്ങനെ തന്നെ ആ ഒരു പിക്ചറിൽ കണ്ട പോലെ തന്നെ ഉള്ളേ നമുക്ക്
ശരിക്കും അറിയാൻ ഭയങ്കര താല്പര്യമുണ്ട്. റൈസ് ഡിസ്പെൻസറാണേ, പക്ഷേ ഇത് ഇത്ര വണ്ണമൊന്നുമല്ല ഞാൻ വിചാരിച്ചു. ഇതൊരു ചെറുതാ. 5 കിലോൻ്റെയാ 10 കിലോൻ്റെ ഓർഡർ ചെയ്തിന് നമുക്ക് ഓർമ്മയില്ല. പക്ഷേ ഇത് വീഡിയോ കാണാൻ അത്രയൊന്നും വണ്ണമില്ല, ഇത് ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതില്ല, ഞാൻ തെമുന്നാണേ ഓർഡർ ചെയ്തിന്. തെമുവിൽ നമുക്കിങ്ങനെ ആഡ് വരില്ലേ, ഇൻസ്റ്റഗ്രാമിലെല്ലാം തെമുവിൻ്റെ ആഡ് വരും. ഭയങ്കര അടിപൊളി പ്രൊഡക്റ്റ്സ് ആയിരിക്കും. ചിലത് വന്നാൽ പെട്ടുവും, ചിലത് നല്ല അടിപൊളിയായിരിക്കും. അങ്ങനെ തന്നെ ഇതിപ്പം കുറച്ച് ചെറുതാണ് തോന്നുന്നത്. ഞാൻ തുറന്നിട്ട് കാണിച്ചു തരാം. പിന്നെ ഇതാന്ന് തോന്നുന്നു ഗ്ലാസ്, മറ്റേ ഞാൻ പറഞ്ഞേ. ഓക്കെ, പിന്നെ കുറച്ച് എന്തെല്ലോ അൽക്കുലത്തെ സാധനങ്ങളുണ്ട്. പടച്ചോനെ, ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. സാധനങ്ങളുള്ള ഫസ്റ്റ് ഞാൻ റൈസ് ഡിസ്പെൻസർ കാണിച്ചു തരാം. അതാണ് ഞങ്ങൾക്കും തുറക്കണ്ടേ, അല്ലാണ്ട് കാണിക്കാനൊന്നുമല്ല. ഞാൻ ഹെയർ കളറിൻ്റെ സംഭവങ്ങളിൽ ഓർഡർ ചെയ്തിന്. എനിക്കല്ല കേട്ടോ, കുട്ടികൾക്കുള്ള മറ്റേ ഹെയർ കളർ ചെയ്യുന്ന സംഭവമില്ലേ അത്. ഫസ്റ്റ് ഇത് ഓപ്പൺ ആക്കാം. ഇതിൻ്റെ റേറ്റ് നമുക്കൊന്ന് 5 റിയാലോ 8 റിയാലോ, 5 റിയാലിൻ്റെ 8 റിയാലിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ റേറ്റ്. നാട്ടിലെ 1500-ൻ്റെയോ 2000-ൻ്റെയോ ഇടയ്ക്ക് അങ്ങനെ. പക്ഷെങ്കിൽ അത് റേറ്റ് കുറച്ച് അധികമാണെന്ന് നമുക്ക് തോന്നിന്. പക്ഷെ ആ റേറ്റിനുള്ള ക്വാളിറ്റീൻ്റെ കുഴപ്പമില്ല കേട്ടോ. രസമുണ്ട്, ചെറുതാ പഠിച്ചോണേ സാധനം. രസമുണ്ട്, പക്ഷെങ്കിൽ കുറച്ചും കൂടി ചെറുതയിൽ 5 കിലോ കൊള്ളുമായിരിക്കും. നല്ല രസമുണ്ട്. ഇതിൻ്റെ 10 കിലോ ഉള്ളുണ്ട്, 5 കിലോ ഉള്ളുണ്ട്, അങ്ങനെ സൈസ് ഉണ്ട്. 10 കിലോ ഉള്ളതിനെല്ലാം പക്ഷെ നല്ല റേറ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം ഇത് ഓർഡർ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതാണ്. അരി പിന്നെ നമ്മളെ ബിരിയാണി വെക്കുന്ന അരിയെല്ലാം നമ്മൾ 5 കിലോ അല്ലേ വാങ്ങും, അതുകൊണ്ട് ഓർഡർ ചെയ്തത്. പക്ഷേ എനിക്ക് നല്ല രസമുണ്ട് കാണാൻ. വീഡിയോയിൽ കണ്ട പിക്ചറിൽ കണ്ട പോലെ തന്നെ. ഇതെന്തിനാ ഇങ്ങനൊരു ഇതെല്ലാം ഉണ്ട്, നോബ് പോലത്തെ സംഭവമുണ്ട്. ഇത് പ്രസ്സാകുമ്പോൾ ഇതിലിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അരി വരും ഇങ്ങനെ തിരിച്ചിട്ട്. പ്രസ് ബട്ടണിൽ ഇങ്ങനെ ഞെക്കുമ്പോൾ അരി വരും. ഇത് നമുക്ക് എടുക്കാം. നല്ല രസമുണ്ട്, അടിപൊളിയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. കാണുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇങ്ങനെ ഓപ്പൺ ആക്കുക, ഇതെല്ലാം കെയിമിൽ വരുക. ഇതിലിങ്ങനെ ഫില്ല് ചെയ്യുക. രസമുണ്ട്. എനിക്ക് ഇതിൻ്റെ ലിങ്കിൻ്റെ ഒന്നും ആവശ്യമില്ല. തെമു ഓർഡർ ചെയ്യുന്നവരാണെങ്കിൽ റൈസ് ഡിസ്പെൻസറിന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇത് നല്ല രസമുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഐറ്റം. നെക്സ്റ്റ് ഗ്ലാസ്. ഇതാണ് ഞാൻ ഏറ്റവും വെയിറ്റ് ചെയ്ത് ഇത് പെരുന്നാളിന് മുന്നേ ഞാൻ ഓർഡർ ചെയ്തിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ വാറല്ലല്ല, യുദ്ധമല്ല ആയതുകൊണ്ട് എന്തോ ഡിലേ ആയി. അടിപൊളി. പക്ഷെ ഇതെന്തോ ഒട്ടിച്ച് വെച്ചതാ. ഭയങ്കര രസമുണ്ട്. മാഷാല്ലാ മാഷാല്ലാ, അടിപൊളി. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതിൻ്റെ പർപ്പിളും ഉണ്ടേനും പിങ്കും ഉണ്ടേനും. പിന്നെ ഞാൻ പിങ്ക് എടുത്ത്. പക്ഷെ നല്ല രസമുണ്ട്. 6 എണ്ണം വരുന്നതാണ്. ഇതിൻ്റെ റേറ്റ് നമുക്ക് തോന്നുന്നു 1500 ആ ഒരു റേറ്റിൽ തന്നെയാന്ന് തോന്നുന്നു. ഞാനിങ്ങനെ ക്ലാസ്സെല്ലാം ഓർഡർ ചെയ്യുമ്പോൾ എൻ്റെ ഉമ്മ പറയും, നീ ഇടുന്നൊന്നും വാങ്ങിയിട്ടൊന്നും കൊണ്ടുവരണ്ട, നാട്ടിൽ അടിപൊളി സാധനങ്ങളുണ്ട്. ഓൺലൈൻ ഞാൻ നോക്കുമ്പോൾ കാണലുണ്ട്. പിന്നെ ഓരോരോ ഷോപ്പുണ്ട് നാട്ടിൽ, ഭയങ്കര അടിപൊളി സംഭവങ്ങളുണ്ട് എന്നെല്ലാം. ഞാൻ അധികമൊന്നും വാങ്ങുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ജ്യൂസ് ഗ്ലാസ് എല്ലാം വാങ്ങുന്നത്. ഞാൻ ജ്യൂസ് ഗ്ലാസ് ഒന്നും ഇതുവരെ വാങ്ങി വെച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഇത് ഭയങ്കര രസമില്ല കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ്. ഇത് ഭയങ്കര സൈസൊന്നും ഇല്ല. വലിയ ജ്യൂസ് ഗ്ലാസ് ആകുമ്പോൾ എന്താ പ്രശ്നം എന്നറിയാം, നമ്മളിപ്പോൾ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാലില്ലേ, നമ്മൾ ജ്യൂസ് അടിക്കൂലേ, നമ്മൾ ഒഴിച്ചാൽ അതിലെത്തൂല. ഒരു ഗ്ലാസ് തന്നെ വലിയ ഉണ്ടാകുമ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം ജ്യൂസ് ഉണ്ടാക്കേണ്ടി വരും. ഇതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇതിൻ്റെ ചിലപ്പോൾ പറഞ്ഞു പോകും നമ്മൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ. പക്ഷെ നല്ലോണം സ്റ്റിക്കാക്കി വെച്ചതാ.
പക്ഷെ എനിക്ക് നല്ല രസമുണ്ട് കാണാൻ, ഭയങ്കര നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട് കേട്ടോ. പൊട്ടിപ്പോണ്ട് എന്നാൽ മതിയും. ബോ ഇളകി പോയാലും കുഴപ്പമില്ല, ഗ്ലാസ് നല്ല ലുക്ക് ഉണ്ട് കാണാൻ. ഇതൊന്നും ഡാമേജ് ഒന്നും ആവാണ്ട് നല്ല പാക്കിങ് ആട്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നാട്ടിലോട്ട് ഇത് തീരെ വെയിറ്റും ഇല്ല, നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇങ്ങനെ തന്നെ കൊണ്ടുപോകാം. പിന്നെ നെക്സ്റ്റ് സാധനം എന്താ പറയുക, എൻ്റെ കയ്യിലില്ലേ, എൻ്റെ കയ്യിൽ കുറേ ജ്വല്ലറീസ് ഉണ്ട്. ഇപ്പോൾ ഈ മാല അങ്ങനത്തെ സംഭവങ്ങൾ, റിയൽ ഗോൾഡ് അല്ല, ഗോൾഡ് കളറിലുള്ള ആൻറ്റി ടേർണിഷ്ഡ് ജ്വല്ലറീസ് ഇല്ലേ, പിന്നെ ബ്രേസ്ലെറ്റ് അങ്ങനത്തെ സംഭവങ്ങളും. അപ്പോൾ അതെല്ലാം ഇട്ട് വെക്കുമ്പോൾ എൻ്റെ കയ്യിൽ നല്ലൊരു ഓർഗനൈസർ ഇല്ല. അപ്പോൾ ഇട്ട് വെക്കും, ബോക്സ് ഉണ്ട് പിന്നെ, പക്ഷേ ഈ മാലയെല്ലാം ശരിക്കും പറഞ്ഞാൽ ഓരോ സ്റ്റാൻഡിലെല്ലാം ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കുന്ന ഓർഗനൈസർ കാണലില്ലേ. പക്ഷെ ഞാൻ വിചാരിച്ച് അതിനേക്കാളും നല്ല നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകലും ചെയ്യുമ്പോൾ എല്ലാം ഒരുമിച്ചിട്ട് വെക്കുമ്പോൾ മൊത്തം കുടുങ്ങി പോകില്ലേ, ഇങ്ങനെ എല്ലാം കൂടി കുടുങ്ങിപ്പോയിട്ട് നമുക്ക് മര്യാദയ്ക്ക് കിട്ടൂല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനത്തെ സെപ്പറേറ്റ് ബോക്സ് കാണലുണ്ട്, അത് വാങ്ങാമെന്ന്. പക്ഷേ ഇത് നോക്കുമ്പോൾ ഭയങ്കര ചെറുതിയിലൊരു മാല കൊള്ളുമായിരിക്കും, ഒരു റിങ് അങ്ങനെ സെപ്പറേറ്റ് ഇട്ട് വെക്കണമെങ്കിൽ ഇത് നല്ലതാണ്. പക്ഷേ ഇതിലൊരു മാല കൊള്ളുമെന്ന് ഞാൻ നോക്കട്ടെ. ഇതിങ്ങനെ ഓരോരോ ബോക്സാണ് കണ്ട, കുഞ്ഞു ഓരോ ബോക്സ്. പക്ഷെ ഇത് കൊള്ളുമെങ്കിൽ അടിപൊളിയാണേ. ഇതണ്ട ഇങ്ങനെ ഇതിൽ കമ്മലെല്ലാം ഇട്ട് വെക്കാൻ പറ്റുമെങ്കിൽ സെറ്റാ, അല്ലെങ്കിലാണ് കമ്മൽ കുഴപ്പമില്ല. എനിക്ക് മാലയാണ് മെയിനായിട്ട്, മാലയാണ് എല്ലാം കൂടി ഒരുമിച്ച് ഞാൻ ഇട്ട് വെക്കല്ലേ. ഇപ്പം ഇതുപോലത്തെ മാല ഇതിൽ കൊള്ളുമോ? സെറ്റാ, പറ്റുന്നുണ്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ ഉണ്ടാവുക. പറ്റുന്നുണ്ട്. ഞാനിത് കണ്ടിട്ട് വിചാരിച്ച് ഇത് സെറ്റാവില്ല എന്ന്, പക്ഷെങ്കിൽ നല്ല വലിയ പെൻഡൻ്റ് ഉള്ളത് വരെ പറ്റുന്നില്ല. അയ്യോ, വലിയ പെൻഡൻ്റ് ഉള്ളത് നടക്കില്ല. കുഴപ്പമില്ല, പഠിച്ചോനെ പറ്റണേ, ഇല്ലെങ്കിൽ റിട്ടേൺ ആക്കേണ്ടി വരും. ഓക്കെ, ഈ വലിയ പെൻഡൻ്റുള്ള മാലയാ പ്രശ്നം. പക്ഷെ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. ഇതിലിങ്ങനെ വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇത് റിങ്ങിനൊന്നും വേണ്ടിയിട്ടല്ല, മാലയില്ലേ, മാല എപ്പോഴും എൻ്റെ അടുത്തുനിന്ന് കുടുങ്ങി പോകലുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് അങ്ങനെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. പക്ഷേ വലിയ സൈസിലുള്ള റിങ് വരെ ഓക്കെയാണ്. അപ്പോൾ ഇത് ഓക്കെ ആണ് കേട്ടോ. ഭയങ്കര വലിയ മാലകളൊന്നും പറ്റില്ല, കുഞ്ഞാണെങ്കിൽ ഓക്കെ. പിന്നെ ഇതിൻ്റെ സൈസെല്ലാം നോക്കി വാങ്ങിയാൽ മതി, സംഭവം സെറ്റാണ്. ഇതൊന്നും സാധനം എന്നറിയില്ല. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിൻ്റെ പിക്ചർ ഉണ്ടെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കാം. നമ്മളിപ്പോൾ ഓവർ സൈസ് ഷർട്ട് ഇടുമ്പോൾ, അല്ലെങ്കിൽ പാൻറ്റ് കുറച്ച് ലെങ്ത്ത് കൂടുതലാണെങ്കിൽ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു സംഭവമാണ് ഇത്. 3 എണ്ണം വരുന്ന സെറ്റാണ് ഞാൻ വാങ്ങിയത്. ഇതണ്ട ഇങ്ങനെ 3 ഡിസൈൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇത് വാങ്ങിക്കോ, അടിപൊളിയാണ്. ഞാൻ ഗോൾഡനാണ് വാങ്ങി, ഇതിൻ്റെ സിൽവറും ഉണ്ട്. ഹെയർ കളറാണ് ഇത്. എനിക്ക് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. ഹെയർ മസ്കാര എന്നതിൻ്റെ പേര്. ഞാൻ ഗോൾഡൻ കളറാണ് വാങ്ങിയത്. ഇതെനിക്കൊന്ന് അങ്ങനെ ലോങ് ലാസ്റ്റിങ് ചെയ്യൂല, 1 ടൈം യൂസ് ചെയ്യാൻ തോന്നുന്നത്. ഞാൻ യൂസാക്കി നോക്കിയിട്ട് പറയാം. ഞാൻ ഇവർക്കിപ്പോൾ യൂസ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതില്ലേ വലിയ അടിപൊളിയൊന്നും അല്ല കേട്ടോ. ഇത് വലിയാൾക്ക് പിന്നെ ഒന്നാമത് സെറ്റാവുകയില്ല. ഇത് നെയിൽ പോളിഷ് പോലത്തെ വേറൊരു എന്തോ ഒരു ടൈപ്പ് സംഭവമാണ്. അപ്പം വെള്ളം ചേരില്ല, നിസ്കാരം ശരിയാവില്ല. പക്ഷെ കുട്ടിക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഇതൊരു ഗ്ലിറ്ററി പോലത്തെ ഒരു എഫക്റ്റാണ് ഉള്ളത്. ഞാൻ ഗോൾഡൻ കളറാണ് വാങ്ങിയത്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ എപ്പോഴെങ്കിലും ഇങ്ങനെ പാർട്ടിയെല്ലാം ഉണ്ടാകുമ്പോൾ പാർട്ടി വെയറിൻ്റെ ഒക്കെ എല്ലാം വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. കുഴപ്പമില്ലാത്തൊരു സാധനം, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഇത് പോകുന്നുണ്ട്, ചില സമയത്ത് കൈമലെല്ലാം ആവുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. മറ്റേ ബന്ധാന ഇല്ലേ തലയിൽ വെക്കുന്നത്, അത്
ഇത് ആലുവിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പെരുന്നാളിന് ഇടാൻ വേണ്ടി ഓർഡർ ചെയ്തതേനു. പക്ഷേങ്കിൽ വന്നിട്ടില്ല. ഇത് ഡെലിവറി എല്ലാ ഡെലിവറിയും ഡിലേ ആയിട്ടില്ലേ ആ പെരുന്നാളിൻ്റെ ടൈമിലെല്ലാം. പക്ഷേങ്കിൽ ഇത് ആവശ്യമില്ലേനു. ഈ ബന്ധാന കുട്ടികൾക്ക് ഒന്നുകിൽ വിൻറ്റേജ് സ്റ്റൈൽ ഡ്രസ്സ് ഇടുമ്പോൾ അല്ലെങ്കിൽ ലേസ് വേണം ഡ്രസ്സിൽ. ആലുവിൻ്റെ ഡ്രസ്സിന് ഇതെന്തായാലും മാച്ച് അല്ല, അതുകൊണ്ട് എനിക്ക് ആവശ്യമില്ലേനു. പക്ഷേ ഞാൻ 2 ഇങ്ങനെ ഹെയർ ബാൻഡ് വരുന്ന ചെറിയ കുട്ടികൾക്കുള്ളതാണ്. പക്ഷെ ഞാൻ ഓർഡർ ചെയ്തതാണ്, ഏതെങ്കിലും ഡ്രസ്സിന് മാച്ചാവും, അങ്ങനെ ഇട്ട് കൊടുക്കാമല്ലോ. പിന്നൊരു സാധനം, ഇതും ഹെയറിൽ വെക്കുന്ന ഒരു ആക്സസറിയാണ്. രസമില്ലേ? ഇതിങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നതാണ്. പിന്നെ ഇത് ഹെയർ ക്ലിപ്പ്, നല്ല രസമുള്ള ഹെയർ ക്ലിപ്പ് 4 ഉണ്ട്. ഇതിനെല്ലാം ചെറിയ പൈസ ഉണ്ടാവും കേട്ടോ. പക്ഷേങ്കിൽ നമ്മൾ ഇത് മാത്രമായിട്ടൊന്നും ഓർഡർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നല്ല രസമുള്ള ഹെയർ ക്ലിപ്പാണ്. പിന്നെ ഇത് മറ്റേ തലയിൽ വെക്കുന്ന സാധനമില്ലേ, അതാ ഇങ്ങനെ വെക്കുന്ന ക്യാൻഡിൽസ്. ഇത് മറ്റേ ക്യാൻഡിൽ സ്റ്റാൻഡ്. ഇത് 3 വരുന്ന നമ്മളെ മെഴുകുതിരി കത്തിച്ച് വെക്കുന്ന സ്റ്റാൻഡില്ലേ. അയ്യോ, ഇതാ കാണാൻ നല്ല രസമുണ്ട്. ഒരു ആൻറ്റിക് ഷെയ്ഡ് പോലെ ഉണ്ട് കാണാൻ. ഇത് 3 വരുന്ന സെറ്റാണ്. മൊബൈൽ കവർ ഞാൻ കൂടുതലും Temu തന്നെയാട്ടോ വാങ്ങൽ. 1 ഇക്കാൻ്റെയും 2 ആൻ്റെയും. ഫസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇത്. നല്ല അടിപൊളിയല്ലേ, നല്ല രസമുണ്ട്. ഇതൊരു ക്രീം കളറാണ്, അങ്ങനത്തെ എന്തോ ഒരു ടൈപ്പ് കളറാണ്, പ്യോർ വൈറ്റ് അല്ല. പിന്നെ ഇത് വേറൊരു ടൈപ്പ്. പിന്നെ ഇത് ഇക്കാൻ്റെയാണ്, ഇത് നമ്പർ പ്ലേറ്റാണ്. ഇത് ശംഷിൻ്റെ. പിന്നെ കഴിഞ്ഞ് പിന്നെ വേറൊരു സംഭവമുണ്ട്. പിന്നെ ഇന്നൂനും ആലൂനും ഓരോ ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം ഇട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ ഓർഡർ ചെയ്ത ഡ്രസ്സേനു. ഇത് വേറൊരു പാക്കിലാട്ടോ വന്നത്. ഇത് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്ത് നോക്കിയിരുന്നു. ഇത് നല്ല രസമുള്ള ഡ്രസ്സാണ്. ഇതും ഇങ്ങനെ ഒരു ജംപ് സ്യൂട്ടും പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇടാൻ ഇതേപോലെ ബ്രൗൺ കളറ് ഹൈനെക്ക് വരുന്ന ഒരു ടീഷർട്ടും ഉണ്ട്. ഇത് നല്ല രസമുണ്ട് ആലോന് ഇട്ടിട്ട് കാണാൻ. ഇങ്ങോട്ട് വെക്ക്, നേരെ വെക്ക്, സ്ട്രൈറ്റ് വെക്ക്. ഞാൻ ഹെയർ കളർ ചെയ്ത് ഇതാണ് ഇന്നൂൻ്റെ എന്താ പറയുക ടോപ്പ്. നല്ല സീക്വൻസ് വർക്ക് വരുന്ന. ഇത് ഇന്നൂന് ഇട്ടിട്ട് കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് കാണുമ്പോൾ കുറച്ച് ഓവറായിട്ട് തോന്നും, പക്ഷേങ്കിൽ ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്താൽ നല്ല രസമുണ്ടാവും. കണ്ട, ശരിക്കും ഇത് ബോ കെട്ടലല്ല, ഇതിന് മറ്റേ പ്രസ് ബട്ടൺ ഉണ്ട്. ബോ ജസ്റ്റ് വെറുതെ വെച്ചതാണ്, ഫേക്ക് ബോ ആണേ. നല്ല രസമില്ലേ? അപ്പോൾ ഇതെല്ലാമാണ് ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങൾ. ഇനിയിപ്പോൾ എനിക്ക് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. പിന്നെ എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. ഫുഡ് കഴിക്കണം. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ബയോട്ടിൻ ലഡു ഉണ്ടാക്കുന്ന കാണിക്കാട്ടോ. പിന്നെ ഇതേനു കബ്സ. അടിപൊളിയാണ്. കുറേ ആൾ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ കബ്സ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തൊട്ട് മുന്നത്തെ വീഡിയോ എടുത്താൽ മതി. അല്ലെങ്കിൽ കബ്സ റെസിപ്പി ഷാമി സോൺ അടിച്ചാൽ എനിക്ക് വീഡിയോ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. കുറച്ച് എരിവും നല്ല മസാലയും എല്ലാം ഉള്ള. ഞാൻ നോർമൽ ഉണ്ടാക്കുന്ന പോലെ എല്ലാം ഉണ്ടാക്കിന്.
കബ്സ മസാലയൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ വീട്ടിൽ തന്നെ കബ്സ മസാല ഉണ്ടാക്കിയിട്ട് ഇതുണ്ടാക്കാം. ഷോപ്പിൽ നിന്ന് വാങ്ങേണ്ടിയൊന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റാട്ടോ അതിലെ ചിക്കനും എല്ലാം. കുറേ കാലം കൂടി ഉണ്ടാക്കിയുണ്ടോയെന്നറിയില്ല, അടിപൊളിയേനു. പിന്നെ പക്ഷെ ഞാൻ ഇപ്പം കാണിക്കാൻ പോകുന്നത് ബയോട്ടിൻ ലഡുവാണ്. ഇത് ഞാൻ വൈകുന്നേരമാണ് ഉണ്ടാക്കിയത്. ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു 10 ഈത്തപ്പഴം, 10ഓ 15ഓ മാക്സിമം, അത്രയും ഈത്തപ്പഴം മതിയെ. അത് ആദ്യം ഒന്ന് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് വെക്കാം. ഈ ബയോട്ടിൻ ലഡു എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ആദ്യം എടുക്കുന്നത് നട്ട്സാണ്. 1/2 കപ്പ് ബദാം. ഞാൻ നട്ട്സിൻ്റെ എല്ലാം ഞാൻ എടുത്ത സാധനങ്ങളെല്ലാം കൃത്യമായ അളവ് താഴെ ഡിസ്ക്രിപ്ഷനിൽ എഴുതി വെക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ ഞാൻ കാൽ കപ്പ് അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് എന്താ പറയുക, വേറെ കുറച്ച് നട്ട്സും കാര്യങ്ങളെല്ലാം എടുത്തന്നെ. ഈ നട്ട്സിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് വേണ്ടുന്ന വാൾനട്ടും പിന്നെ ബദാമും മാത്രം. അണ്ടിപ്പരിപ്പ്, പിസ്ത അതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പക്ഷേങ്കിൽ ബദാമും വാൾനട്ടും എന്തായാലും വേണം. പിന്നെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പീനട്ടില്ല, നമ്മളെ നിലക്കടല, അതും വേണമെങ്കിൽ ഇടാം കേട്ടോ. 1/4 കപ്പോ 1/2 കപ്പോ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടി ഇടാം. പിന്നെ വേണ്ടത് സീഡ്സാണ്. നട്ട്സ് ആദ്യം ഒരു 1-2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. പിന്നെ സീഡ്സ് സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, ഫ്ലാക്സ് സീഡ്, പിന്നെ ചിയാ സീഡ്, പിന്നെ എടുക്കുന്ന വെളുത്ത എള്ളില്ലേ, വൈറ്റ് സിസമി സീഡാണ്. കറുത്ത എള്ളാണ് ഒന്നും കൂടി നല്ല. അപ്പോൾ കറുത്ത എള്ളുണ്ടെങ്കിൽ കറുത്ത എള്ള എടുത്താൽ മതി. പിന്നെ ചിയാ സീഡും കൂടി. അപ്പോൾ 5 സീഡ്സ് വേണം. ഈ 5 സീഡ്സും നിർബന്ധമാണ്. ഈ സീഡ്സാണ് നമ്മളെ ഹെയർ ഗ്രോത്ത്, ഞാൻ പറഞ്ഞിട്ടില്ലേ ബയോട്ടിൻ ലഡു എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് മുടി വളരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മുടി കൊഴിച്ചൽ നിൽക്കാൻ വേണ്ടി, പിന്നെ പുതിയ ബേബി ഹെയർസ് വരാൻ വേണ്ടി. അപ്പോൾ മുടിക്ക് വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും ഈ ബയോട്ടിൻ ലഡുവിലുണ്ട്. ഞാൻ സത്യം പറയുന്നതാണ്, ഞാനിത് ഉണ്ടാക്കി യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് പിന്നെ എൻ്റെ ഹെയർ ഫോള് കുറഞ്ഞ്, മുടി കൊഴിച്ചൽ ശരിക്കും കുറഞ്ഞ് ഒരു 2 ആഴ്ച കഴിക്കുമ്പം തന്നെ എനിക്ക് മാറ്റം കണ്ടു വന്നിട്ടാ. മാഷാല്ലാ, അങ്ങനെ തന്നെ നിന്നാൽ മതിയേനു. കാരണം എനിക്ക് നല്ല മുടി ഒഴിച്ചിലുണ്ടേനു. എൻ്റെ മുടി ഭയങ്കര തടിച്ചിട്ടേനു ആദ്യം, നല്ല കട്ടിയുള്ള മുടിയേനു പണ്ട്. പക്ഷെങ്കിൽ പിന്നെ ഇപ്പം പ്രസവിച്ചെല്ലാം കഴിയുമ്പോൾ എന്തെല്ലോ കാരണങ്ങളുകൊണ്ട് കട്ടി കുറഞ്ഞിനേനു. പക്ഷെങ്കിൽ അതിൻ്റെ മെയിൻ കാരണം എനിക്ക് ഒന്ന് ഇവിടുത്തെ വെള്ളത്തിൻ്റെ പ്രശ്നം തോന്നുന്നു. പ്രസവിച്ചുകൊണ്ടൊന്നും മാത്രമല്ല, ഇവിടുത്തെ വെള്ളം ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇടുന്നുണ്ട്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല, ഇതിട്ടാൽ കാലറി കൂടും. മീൻസ് നമ്മൾ കുറച്ചും കൂടി കൊഴുപ്പുള്ള സംഭവമല്ലേ തേങ്ങ എന്ന് പറയുന്നത്. ഇത് നിർബന്ധമില്ല, ടേസ്റ്റ് കുറച്ച് കൂടും പക്ഷേ കാലറിയും കൂടും. അപ്പോൾ വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇതിന് പകരം പച്ച തേങ്ങ ഇടണ്ട കേട്ടോ, പെട്ടെന്ന് കേടായി പോവും. ഇത് ഉണക്ക തേങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഇട്ട്. ഇനിയില്ല, ഇത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ ഈ മുടി കൊഴിച്ചലിൻ്റെ കാര്യം പറഞ്ഞ്, ഇവിടുത്തെ വെള്ളത്തിൽ ക്ലോറിനുള്ള വെള്ളത്തിൽ കുളിച്ചാൽ എല്ലാവരും മുടിയും കൊഴിയും. പിന്നെ ഫിൽറ്റർ എല്ലാം വെച്ചിന്, ഡബിൾ ഫിൽറ്റർ വെച്ചിന്, എന്നിട്ടും വലിയ മാറ്റമൊന്നും ഇല്ലേനു. പക്ഷേ ഇത് കഴിച്ച് തുടങ്ങിയിട്ട് എനിക്ക് നല്ല മുടി കൊഴിച്ചിൽ മാറ്റമുണ്ട്. നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോട്ടെ, അടിപൊളിയാണ്. പിന്നെ ബേബി ഹെയർസ് വരും. പക്ഷേ ബേബി ഹെയർസ് എല്ലാം കൂടുതൽ വരാൻ, എനിക്ക് ബേബി ഹെയർസ് എല്ലാം നല്ലോണം വരലുണ്ട്. പക്ഷെ വരുന്ന പോലെ തന്നെ കൊഴിയലും ഉണ്ടേനു. ഈ മുടി കൊഴിച്ചിലേനു എനിക്ക് നിൽക്കണ്ടേ. അപ്പോൾ അതിൽ നല്ല മാറ്റമുണ്ട്, അൽഹംദുലില്ലാ. പിന്നെ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വെളുത്ത എള്ളിന് പകരം കുറച്ചും കൂടി നല്ല കറുത്ത എള്ളാണ്. അപ്പോൾ അതെടുക്കുക. എള്ളെല്ലാം ഭയങ്കര നല്ലതാണ് മുടിക്ക്. പിന്നെ സീഡ്സും എല്ലാം അടിപൊളിയാണ്. പിന്നെ മുടിക്ക് മാത്രമല്ല, നമ്മളെ സ്കിന്നിന് നല്ലതാ, പിന്നെ ബോണിന് നല്ലതാ, എല്ലാം അടിപൊളിയാണ്. പ്രത്യേകിച്ച് ലേഡീസ് എല്ലാം ഇത് എന്തായാലും ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കണേ. അപ്പോൾ ഇത് പൊടിക്കുന്ന സമയത്ത് കുറച്ച് ബാച്ച്, കുഞ്ഞു ബാച്ചായിട്ടേ പൊടിച്ചെടുക്കാവൂ. കാരണം ഇതിലെല്ലാം ഓയിൽ കണ്ടൻറ്റ് ഉള്ളതാണ്. ഈ എള്ളിലെല്ലാം ഓയിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറേ സമയം നമ്മളിട്ട് കറക്കുമ്പോൾ ഇത് വേറൊരു ടൈപ്പായി പോവും. ഓയിലെല്ലാം പുറത്ത് ആയിട്ട് അത് ശരിയായിട്ട് പൊടിഞ്ഞും വരില്ല. അതുകൊണ്ട് കുറച്ച് ബാച്ചസ് ആയിട്ട് വേണം പൊടിച്ചെടുക്കാൻ. പിന്നെ ഞാനിത് വേറൊരു പാത്രത്തിൽ പൊടിച്ചിടണ്ടാലോ, ഈ സെയിം പാത്രത്തിലാക്കാലോ എന്ന് വിചാരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പൊടിക്കുന്നത്. ഒരു സൈഡിൽ പൊടി ഇടുന്നുണ്ട്, മറ്റേ സൈഡിൽ പൊടിക്കാനുള്ളതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ പൊടിച്ചെടുക്കണം. പിന്നെ ഇതൊരു തരിതരിപ്പായിട്ടേ പൊടിച്ച് കിട്ടും കേട്ടോ, ഫൈൻ പൗഡർ ആക്കേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ ഇതാ മൊത്തത്തിൽ പൊടിച്ചെടുത്തതിന്. ഇനി ഇത് കുഴക്കാൻ വേണ്ടിയാണ് ഈത്തപ്പഴം. ഈത്തപ്പഴത്തിന് പകരം വേണമെങ്കിൽ ശർക്കര എടുക്കുക കേട്ടോ. ശർക്കര എടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മളെ വെല്ലയില്ലേ, വെല്ലം എടുക്കുക. പിന്നെ ചിലർ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കരിപ്പട്ടി എന്ന് പറയുന്ന സാധനം, അത് ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല. അപ്പോൾ അതെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം എടുക്കുക. ഇത് കുഴച്ചെടുക്കണം. പിന്നെ ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ടെങ്കിൽ അത്രയും നല്ല. പക്ഷേ ഈത്തപ്പഴമാണ് ഏറ്റവും നല്ല എടുക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അത്
അരച്ചിട്ട് ഞാൻ ആദ്യം ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് അരച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് ഫ്രിഡ്ജിലാണ് വെക്കൽ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിൻ്റെ കാരണം ഈത്തപ്പഴം അരക്കാൻ നമ്മൾ വെള്ളം എടുക്കുക, തിളപ്പിച്ചാറിയ വെള്ളം എടുത്താൽ അത്രയും നല്ലതാണ് അത് സോക്ക് ചെയ്യാനും. അപ്പോൾ അത് അരക്കുമ്പോൾ അതിലൊരു വെള്ളമില്ലേ ഈത്തപ്പഴത്തിൽ, അപ്പോൾ ഈ ഈർപ്പം ഉള്ളതുകൊണ്ട് കേടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കൽ. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കണ്ടെന്നുണ്ടെങ്കിൽ, എന്നോട് ഹോസ്റ്റലിലുള്ള കുറേ പേര് ഇത് എങ്ങനെയാ പറയുക, ഫ്രിഡ്ജിൽ വെക്കാണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണ്ടെന്നുണ്ടെങ്കിൽ ഈത്തപ്പഴം ഡയറക്റ്റ് ഇതിലേക്ക് ഇടുന്നതിന് പകരം കുറച്ച് നെയ്യിൽ 1-2 സ്പൂൺ നെയ്യിൽ നല്ലോണം വാട്ടുക, വേവിച്ചെടുക്കുക. അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമെല്ലാം കളയുക ആ നെയ്യിൽ ഇങ്ങനെ വേവിച്ചിട്ട്, എന്നിട്ട് കുഴക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് ഈത്തപ്പഴം നെയ്യിൽ വാട്ടാണ്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട വരും കേട്ടോ. അഥവാ പൂപ്പൽ വന്നാലോ ഫംഗസ് വന്നാലോ. അപ്പോൾ അങ്ങനെ ഉള്ളവർ, ഹോസ്റ്റലിലുള്ളവരാണെങ്കിൽ നിങ്ങൾ നെയ്യിൽ വാട്ടി ഈത്തപ്പഴത്തിൻ്റെ ഈർപ്പം കളഞ്ഞിട്ട് യൂസ് ചെയ്തു. പിന്നെ കുറേ ഈത്തപ്പഴം ചേർക്കണമെന്നൊന്നുമില്ല. മധുരം കൂടുമ്പം ഈത്തപ്പഴം അടിപൊളിയാണ്, പക്ഷെ നല്ല മധുരമുള്ള സംഭവം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്താൽ മതി. പിന്നെ വലിയ സൈസിലുള്ള ബോൾസ് ആക്കണ്ട, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ബോൾസ് ആക്കിയാൽ മതി. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക. ഡെയിലി ഓരോന്ന് കഴിക്കാം. അത് ഡെയിലി കഴിക്കാമെന്ന് പറയാൻ നമ്മൾ നല്ലോണം ഫുഡ് കഴിച്ച് അതിൻ്റെ ബാക്കിലൊന്നും കഴിക്കാൻ നിൽക്കണ്ട. അന്നേരം ഇതിൻ്റെ നല്ല സംഭവങ്ങൾ നമ്മളെ ശരീരത്തിലോട്ട് അബ്സോർബ് ചെയ്യുന്നത് കുറയും. അതുകൊണ്ട് വയറ് ഏകദേശം ഒരു കാലിയായിട്ടുള്ള സമയത്ത് കഴിച്ചാൽ മതി. രാവിലെ നമ്മൾ വെള്ളമെല്ലാം കുടിക്കൂലേ, വെള്ളമെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് പച്ചവെള്ളം കുടിക്കൂലേ, പച്ചവെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് ഇത് ഓരോന്ന് കഴിച്ചാൽ മതി. ഡെയിലി കഴിക്കണം. അപ്പോൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം നല്ലതാണ്. ഞാനും ഒക്കെയും കഴിക്കലുണ്ട്, നല്ല മാറ്റമുണ്ട്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ആക്കുക. ഇൻഷാ അല്ലാഹ് പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സ് എല്ലാം നമുക്ക് കാണാം. താങ്ക് യു, ബൈ.